മാരകമായ രോഗം പിടിപെട്ട് ജീവിതം നശിച്ച അവസ്ഥയിൽ, ജീവിതത്തിനോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് മരിക്കുക, അതായത് നിങ്ങൾക്ക് സ്വയം മരിക്കാനുള്ള നിയമം ഇപ്പോൾ പാസ്സായിരിക്കുകയാണ്. എവിടെയാണെന്നല്ലേ? ഇന്ത്യയിലല്ല, അമേരിക്കയിലാണ്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ന്യൂയോർക്കുകാർക്ക് അവരുടെ നിബന്ധനകൾക്ക് വിധേയമായി നിയമപരമായി ദയാവധം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. US സംസ്ഥാനമായ ന്യൂയോർക്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിയമപരമായി ജീവിതം അവസാനിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു ബിൽ തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഇരുസഭകളിലും അംഗീകരിച്ച് ഗവർണർക്ക് അയച്ചു. ന്യൂയോർക്ക് സെനറ്റ് തിങ്കളാഴ്ച രാത്രി മുഴുവൻ ബിൽ ചർച്ച ചെയ്തു. മാരകമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ നിബന്ധനകൾക്ക് അനുസൃതമായി മരിക്കാൻ ഈ ബിൽ അവസരം നൽകുമെന്നാണ് ബില്ലിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെല്ലാം പറയുന്നത്. അതേസമയം മാരകമായ രോഗങ്ങളുടെ ചികിത്സ സർക്കാർ മെച്ചപ്പെടുത്തണമെന്ന് എതിരാളികൾ ഊന്നിപ്പറയുകയും മതപരമായ കാരണങ്ങളാൽ ബില്ലിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഏപ്രിലിൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിൽ ബില്ല് പാസ്സായി. തിങ്കളാഴ്ച സെനറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ച ശേഷം ഗവർണർ കാത്തി ഹോച്ചുളിന് അവലോകനത്തിനും അംഗീകാരത്തിനുമായി ബില്ല് അയച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബില്ല് ആദ്യമായി 2016 അവതരിപ്പിച്ചത്. പക്ഷേ ഒരു കാരണത്താലോ മറ്റൊരു കാരണത്താലോ തടസ്സപ്പെട്ടു. വാഷിംഗ്ടൺ DC ഉൾപ്പെടെയുള്ള 11 അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ഡോക്ടറുടെ സഹായത്തോടെയുള്ള ആത്മഹത്യയ്ക്ക് നിയമങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ നിയമം അനുസരിച്ച് 6 മാസത്തിനുള്ളിൽ മരിക്കാൻ സാധ്യതയുള്ള മാരകമായ രോഗം ബാധിച്ച ഒരാൾക്ക് ജീവന ഭീഷണിയായ മരുന്നുകൾക്കായി രേഖാമൂലം അപേക്ഷ സമർപ്പിക്കാം. രോഗി യാതൊരു സമ്മർദ്ദവുമില്ലാതെ സ്വമേധയായി അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെന്ന് പ്രസ്താവിക്കുന്ന ഈ അഭ്യർത്ഥനയിൽ 2 പേർ ഒപ്പിടണം. അതിനുശേഷം രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറും കൺസൾട്ടിംഗ് ഫിസിഷ്യനും അംഗീകരിച്ചതിനു ശേഷം മാത്രമേ ഈ അഭ്യർത്ഥന നടപ്പിലാക്കാനും സാധിക്കുകയുള്ളൂ. മരണത്തിന് അറുതി വരുത്തുന്നതിനെക്കുറിച്ചല്ല, കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തുന്നതിനെക്കുറിച്ചാണ് ഈ നിർദ്ദേശമെന്നാണ് ഈ ബില്ലിൽ പറയുന്നത്. അവതരിപ്പിച്ച ഈ നിർദ്ദേശം അവതരിപ്പിച്ച ഡെമോക്രാറ്റ് ബ്രാൻഡ് ഹോയിൽമാൻ ആണ് ഈ ബില്ലിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. മറുവശത്ത് സർക്കാർ അനുവദിച്ച ആത്മഹത്യയുടെ കെണിയിൽ വീഴരുതെന്ന് റിപ്പബ്ലിക്കൻ ജോർജ് ബൊറല്ലോ പറയുന്നുണ്ട്. ന്യൂയോർക്ക് സ്റ്റേറ്റ് കാത്തലിക് കോൺഫറൻസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡെനിസ് പാസ്റ്റേ നിയമത്തെ എതിർക്കുന്നുമുണ്ട്. ഇന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റിന് ഒരു ഇരുണ്ട ദിനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മരിക്കുമെന്ന് ഉറപ്പായ ന്യൂയോർക്കുകാർക്ക് സ്വന്തം മരണം തിരഞ്ഞെടുക്കാനുള്ള സ്വയംഭരണാവകാശം നൽകേണ്ടതിന്റെ പ്രാധാന്യം നിയമനിർമ്മാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കമ്പാഷൻ ആൻഡ് ചോയ്സ് എന്ന ഈ നയത്തെ പിന്തുണയ്ക്കുന്ന സംഘടനയുടെ നേതാവ് കൊറിൻ കാരയും ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.